ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിധു സി സി കുക്കിംഗ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓട്സ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്ത എള്ള്, ഇത് ഒരു 5 ബദാം ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, പിസ്ത 5 എണ്ണം നുറുക്കിയത്, അതുപോലെ കാഷ്യൂനട്ട് 5 എണ്ണം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, അതുപോലെ ഒരു 1/2 കപ്പ് പാല്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒത്തിരി വേവുമില്ല, പെട്ടെന്ന് വേവും. ചെറുതായിട്ട് തിള വരുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് അത്രയും വേവിച്ചാൽ മതി. കുക്കിംഗ് ടൈമും കുറവാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓട്സ് കുക്കായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓട്സ് ഇതുപോലെ പാലൊക്കെ ഒഴിച്ച് ആദ്യം വേവിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നട്ട്സും അതുപോലെ ഡേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ ലൈറ്റായിട്ടൊന്ന് വേവുന്നതായിരിക്കും, പക്ഷേ അല്ലാതെയും നമുക്ക് കഴിക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ഇത് മാറ്റാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരല്പം തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അല്പം തേൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.